അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹക്കൂടിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് സ്നേഹക്കൂടിൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. നമ്മുടെ ഏകദേശം സ്കൂളുകൾ, വിദ്യാലയങ്ങൾ തുറക്കാനുള്ള ഒരു സന്ദർഭമായി. രക്ഷിതാക്കളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളാണ്. കുട്ടികളെ ചേർത്തുന്നതുമായി ബന്ധപ്പെട്ട ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ടാവും. ഇനി ആ മക്കൾ സ്കൂളിലേക്ക് പോയാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഏത് രൂപത്തിലുള്ള മക്കളാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ, ബുക്കുകൾ, ഒരുപാട് ചെലവുകൾ വരുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പല ആളുകളും ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്നാലും സ്കൂളുകൾ തുറക്കാനുമാകുമ്പോൾ രക്ഷിതാക്കളുടെ മനസ്സിൽ ഒരുപാട് ആ, എന്താ പറയുക, ക്വസ്റ്റ്യനുകൾ ഉണ്ടാകുമ്പോൾ, ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എന്നതാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സാറിനെ ഞാൻ സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി. കലാലയങ്ങൾ തുറക്കാനിരിക്കുകയാണ്. അത് സ്കൂൾ തലത്തിലായാലും കോളേജ് തലത്തിലായാലും ഒക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ ഒരു കലാലയത്തിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം വിദ്യാർത്ഥികൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്താൽ ഈ ഒരു സമയത്ത് ഏറെ ഉപകരിക്കുമെന്ന് തോന്നുന്നു. നിങ്ങൾ അതിലേക്ക് ക്ഷണിക്കണം. ബിസ്മില്ലാ. ഏറ്റവും ആനുകാലികമായ അല്ലെങ്കിൽ റെലവൻ്റായ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഷമീം സാറ് ഇന്നത്തെ സ്നേഹക്കൂടിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് ഒരു കുട്ടി പുതുതായി സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാരണം ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ സ്കൂൾ പഠനം, വിദ്യാഭ്യാസ കാലഘട്ടം എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അവരുടെ കുട്ടികൾ. അപ്പം നമ്മുടെ മക്കൾക്ക് ഏറ്റവും മൂല്യമുള്ള, വാല്യുബിളായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം. എന്നാൽ ആ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറഞ്ഞയക്കുന്ന കലാലയങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള മൂല്യങ്ങൾ നൽകപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരന്വേഷണമാണ് ഓരോ രക്ഷിതാവും നടത്തേണ്ടത്. ചിലപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് അതെല്ലാം സ്ഥാപനം നടത്തുന്നവരുടെ ചുമതലയാണ്. അത് ഏത് സ്ഥാപനമാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ഥാപനം നടത്തുന്നവരുടെ മാത്രം ചുമതലയല്ല, അത് രക്ഷിതാക്കളുടെ കൂടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു സാധനം നമ്മൾ വില കൊടുത്ത് വാങ്ങുമ്പോൾ ആ വിലക്ക് യോജിച്ച ഒരു ഉൽപ്പന്നമാണോ നമ്മൾ വാങ്ങുന്നത്? അതിന് ക്വാളിറ്റി ഉണ്ടോ, ക്വാണ്ടിറ്റി ഉണ്ടോ, അതിൻ്റെ ഗുണം എത്ര ഉണ്ട്, അതിന് എത്ര ഗ്യാരണ്ടി ഉണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ പ്രോഡക്റ്റ് കൊണ്ട്, ഉൽപ്പന്നം കൊണ്ട് നടക്കുമോ? അതൊക്കെ നമ്മൾ കൃത്യമായ പഠനം നടത്തിയിട്ട് മാത്രമേ 2000 10,000 ഒക്കെ കൊടുത്ത് സാധനം വാങ്ങുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് നമ്മുടെ മക്കൾ. നമ്മുടെ മക്കൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തെ തിരഞ്ഞെടുക്കുമ്പോൾ, അത് LKG ആണെങ്കിലും UKG ആണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം ആ കുട്ടിയുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്ന, ആ കുട്ടിയുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ അവരെ ചേർക്കേണ്ടത്. ആ ക്യാരക്ടർ മോൾഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ദുനിയാവും ആഖിറത്തും മോൾഡ് ചെയ്യണം. ദുനിയാവിലുള്ള കാര്യങ്ങൾ മാത്രം പോരാ, നല്ല ജോലി കിട്ടിയാൽ മാത്രം പോരാ. ആ കുട്ടി പരലോകത്തേക്ക് വിജയം കരസ്ഥമാക്കുന്ന ഒരു കുട്ടിയായി മാറണമെങ്കിൽ മോറൽ വാല്യൂസ്, ധാർമ്മികമായ മൂല്യങ്ങൾ കൈമാറാൻ പറ്റുന്ന ഒരിടത്തായിരിക്കണം ആ കുട്ടിയെ നമ്മൾ ചേർക്കുന്നത്. കാരണം കുട്ടി അപക്വമായിട്ട് അല്ലെങ്കിൽ വേണ്ടത്ര പക്വതയില്ലാത്ത പ്രായത്തിലാണുള്ളത്. ആ കുട്ടിയുടെ ഇടപെടലുകളും ആ കുട്ടിയുടെ വളർച്ചയും ഏതൊരു സ്ഥാപനത്തിലാണോ നടക്കുന്നത് അതായിരിക്കും ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി രൂപീകരിക്കുന്നത്. അതുകൊണ്ട് ഒരു രക്ഷിതാവിൻ്റെ വലിയ ഉത്തരവാദിത്വമാണ് ആ സ്ഥാപനം തിരഞ്ഞെടുക്കുക എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ ഒരുപാട് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സൂപ്പറായിട്ട് കുട്ടികൾക്ക് കിട്ടും. പക്ഷേ നമസ്കരിക്കാനുള്ള സൗകര്യം ആ സ്ഥാപനത്തിലില്ല. അവിടെ ഇസ്ലാമിൻ്റെ ഷിആറുകളെ, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ കളിയാക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നിർദ്ദേശങ്ങളാണ് കുട്ടികൾക്ക് വളരെ കൃത്യമായി നൽകപ്പെടുന്നത്. അപ്പോൾ ആ കുട്ടി അവിടെ പഠിച്ച് പുറത്തു വരുമ്പോൾ ഇസ്ലാമിക മൂല്യങ്ങളോട്
തിരസ്കരിക്കുന്ന അല്ലെങ്കിൽ നിഷേധഭാവമുള്ള ഒരു ക്യാരക്ടറായി മാറിയിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? രക്ഷിതാവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് രക്ഷിതാവിന് കൃത്യമായ ധാരണ വേണം. നമ്മൾ പെട്ടെന്നൊരു ഹറിബറിയിൽ ധൃതി വെച്ച് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കുട്ടിയെ കൊണ്ടുപോയി ചേർക്കുന്നതിന് ബദൽ ആ സ്ഥാപനം എൻ്റെ കുട്ടിയുടെ പഠനത്തിന് സ്യൂട്ടബിൾ ആണോ, അക്കാഡമിക് ആയ നിലവാരമുണ്ടോ, മൂല്യങ്ങൾ കൈമാറപ്പെടുമോ, അവിടുത്തെ കുട്ടികൾ മോശ സ്വഭാവത്തിൻ്റെ ഉടമകളാണോ, അവിടെ പഠനം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടി ഏറ്റവും നല്ല ഒരു പൊസിഷനിലെത്തുമോ, അത് സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും നമ്മൾ അന്വേഷിക്കണം. അതിന് സർക്കാരിൻ്റെ അംഗീകാരമുണ്ടോ? വ്യക്തമായ അന്വേഷണം നടത്തിക്കൊണ്ടായിരിക്കണം ഒരു രക്ഷിതാവ് കുട്ടികളെ കലാലയത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന് +2 തലത്തിലുള്ള വിദ്യാഭ്യാസത്തിന് പോലും ലക്ഷങ്ങൾ ക്യാപിറ്റേഷൻ കൊടുക്കുന്ന അവസ്ഥ ഉണ്ട്. കാരണം സീറ്റ് കിട്ടാനില്ല. അപ്പോൾ രക്ഷിതാവ് ക്യാപിറ്റേഷൻ 1 ലക്ഷം 2 ലക്ഷം കൊടുക്കുകയാണ്. 2 ലക്ഷം കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴാണ് കുട്ടി പറയുന്നത് എനിക്ക് ഇവിടെ പഠിക്കാൻ പറ്റൂല. സ്വാഭാവികമായിട്ട് ആ 2 ലക്ഷം വേസ്റ്റ് ആവുകയാണ് അല്ലേ? വലിയ സംഖ്യ ക്യാപിറ്റേഷൻ കൊടുത്ത് സ്ഥാപനത്തിൽ ചേർത്ത് കുട്ടി അവിടെ പഠിക്കാൻ സന്നദ്ധമാവാതിരിക്കുമ്പോൾ മുഴുവൻ പൈസയും കൊടുത്താലേ കുട്ടിക്ക് ടി സി കൊടുക്കുള്ളൂ. ഇതെല്ലാം തന്നെ രക്ഷിതാവ് മുൻകൂട്ടി അന്വേഷിക്കേണ്ടതാണ് എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ധനം ചെലവഴിക്കുന്ന മേഖല കൂടിയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മുടെ മക്കൾക്ക് അവർക്ക് അനുയോജ്യമായ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയും ബോധവും ഒക്കെ നമുക്ക് വേണമെന്നുള്ളതാണ്. വ്യക്തമായി അന്വേഷിച്ച് അവിടെയുള്ള അധ്യാപകർ ആരൊക്കെയാണ്, ക്രിയേറ്റീവായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണോ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഒരു മോൾഡിംഗ് പീരീഡിലാണ്. അവരെ ഏത് രൂപത്തിലേക്ക് വളച്ചെടുത്താൽ ആ രൂപത്തിൽ ആ ഒരു ഷേപ്പ് വരുന്ന ഒരു പ്രായത്തിലാണ് മക്കൾ, പ്രത്യേകിച്ച് സ്കൂൾ തലങ്ങളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അവിടെ നമ്മുടെ മക്കളെ മോൾഡ് ചെയ്യുന്നത്, ഒരു നല്ല പേഴ്സണാലിറ്റി വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നത്, അവർക്ക് ഭാവിയിലേക്ക് നന്നായി വിജയിക്കാൻ പറ്റുന്ന മേഖലകൾ തിരഞ്ഞെടുക്കുക, അതോടൊപ്പം തന്നെ ധാർമ്മികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, ആ മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന സാഹചര്യങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ ഇതിനൊക്കെ ഉതകുന്ന, ഇതിനൊക്കെ പറ്റുന്ന സ്ഥാപനങ്ങളാണോ അത് തിരഞ്ഞെടുത്തതിന് ശേഷം, അത് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ മക്കൾക്ക് വേണ്ടി അത് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യത്തിലേക്കാണ് അദ്ദേഹം വന്നത്. പലപ്പോഴും ഇന്ന് വലിയ സംഖ്യകൾ നമ്മൾ അവിടെ ഡൊണേഷനായിട്ടോ അല്ലെങ്കിൽ ക്യാപിറ്റേഷനായിട്ടോ ഒക്കെ നൽകുന്നു. അത് നൽകിയ ഒരാഴ്ചയും 2 ആഴ്ചയൊക്കെ മാത്രം നിന്നുകൊണ്ട് കുട്ടികൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് പോരുകയും അത്രയും ക്യാഷ് ഒരിക്കൽ പോലും നമുക്ക് തിരിച്ച് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഒരു എൻട്രൻസ് ഓട് കൂടിയിട്ട് +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെയാണ് ഇത് കാണാറുള്ളത്. ഒരു മാസം, ഒരാഴ്ച, 2 ആഴ്ചയൊക്കെ മാത്രം നിന്നുകൊണ്ട് വലിയ ഭീമമായ സംഖ്യ നഷ്ടപ്പെട്ട എത്രയോ രക്ഷിതാക്കളെ ഈ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, അതുപോലെ തന്നെ രക്ഷിതാക്കളെ, ആദ്യം വ്യക്തമായൊരു പ്ലാനിങ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയതിന് ശേഷം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഇന്ന മേഖലയിലേക്കാണ് ഇഷ്ടമുള്ളത്, ആ മേഖലയിലേക്ക് എനിക്ക് പറ്റുമോ, അതുപോലെ ഒരു ഹോസ്റ്റൽ ലൈഫുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ എനിക്ക് സാധിക്കുമോ, ഇക്കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും ആലോചിക്കുകയും ഒരു 100 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ അതുപോലുള്ള തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ എന്ന് കൂടി ഈ ഒരു സമയത്ത് പറയണം. സാർ, പലപ്പോഴും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങൾ ഇത് പറയുമ്പോൾ പല മുഖങ്ങളും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഈ കഴിഞ്ഞ തൊട്ടടുത്ത വർഷങ്ങളിൽ പോലും നല്ല സംഖ്യകൾ, ലക്ഷക്കണക്കിന് രൂപ ആദ്യം കെട്ടിവെച്ച് അഡ്മിഷൻ ലഭിച്ച് അവസാനം ഒരാഴ്ചയൊക്കെ നിന്ന് തിരിച്ചു പോരാൻ രക്ഷിതാക്കൾക്കറിയാം, സങ്കടപ്പെടണം. പക്ഷേ കുട്ടികൾ പറയുന്നത് എനിക്ക് അവിടെ പഠിക്കാൻ കഴിയില്ല, ഞാൻ അവിടെ പഠിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ട് വരികയാണ്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ രക്ഷിതാവ് അല്ല, അവിടെ സർ ആ ശ്രദ്ധിക്കേണ്ട വലിയൊരു പോയിന്റാണ് ഞാൻ ഉം, സൂചിപ്പിക്കുന്നത്. ഉം, പ്രത്യേകിച്ച് നമ്മളെ ചെറിയ ക്ലാസ്സിൻ്റെ അതല്ല ഞാൻ പറഞ്ഞത്, വലിയ സ്ഥാപനങ്ങളിലൊക്കെ മക്കളെ പറഞ്ഞേക്കും, വലിയ ക്യാപിറ്റേഷനൊക്കെ നടക്കുന്നതിന് മുമ്പ് ഒരു കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റ്, ഇത് രണ്ടൊന്ന് നടത്താനുള്ള സംവിധാനങ്ങൾ ലഭ്യമാണ് അല്ലേ? 5000, 10000 ലക്ഷങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതിന് ബദൽ പ്രാഥമികമായി ഇത്തരം ടെസ്റ്റ് നടത്തി ഒരു 2000 രൂപ കൊടുത്താൽ ആ ടെസ്റ്റുകൾ ആ ഒരു 1800 2000 ഒക്കെ കൊടുത്താൽ അത് നടക്കും. അത് നടത്തിയതിന് ശേഷമാവട്ടെ നമ്മുടെ കുട്ടികളെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ കുട്ടി പറയുകയാണ് എനിക്ക് മെഡിക്കലിൽ പോകണം, അല്ലെങ്കിൽ എൻജിനീയറിംഗ് പോകണം, അല്ലെങ്കിൽ IIT പോകണം, പറയുമ്പോഴേക്ക് അത് കേട്ട് രക്ഷിതാവ് കൊണ്ടുപോകുന്നതിന് ബദൽ ആ കുട്ടിക്ക് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒരറിവില്ല. അവൻ്റെ ക്ലാസ്മേറ്റ് ഇന്ന സ്ഥാപനത്തിൽ പഠിക്കുന്നു, അതുകൊണ്ട് അവൻ്റെ കൂടെ ഞാനും പോകുന്നു. അവൻ്റെ ക്ലാസ്മേറ്റിനുള്ള ആപ്റ്റിറ്റ്യൂഡോ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ സബ്ജക്റ്റിലുള്ള എക്സ്പെർട്ടൈസോ ഇവനുണ്ടാവണം എന്നില്ല.
ഇവൻ പ്രത്യക്ഷത്തിൽ കാണുന്ന എന്താണ്? എൻ്റെ ക്ലാസ്മേറ്റ് ബാംഗ്ലൂർ പോകുന്നു, അല്ലെങ്കിൽ മൈസൂരിൽ പോകുന്നു, അതിൻ്റെ ആ ഒരു പോരിശയിൽ അവന് പോവാണ്. മറ്റേ ആൾ ഉയർന്നു പോയേക്കാം, ഇയാൾ തളർന്നു പോയേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ രക്ഷിതാവ് മനസ്സിലാക്കേണ്ടത്, ഒരു കോഴ്സിന് സെലക്ഷൻ എടുക്കുന്നതിന് മുമ്പ് കുട്ടിയുടെ കാഴ്ചപ്പാട് എന്താണ്, കുട്ടിയുടെ പഠനശേഷി എന്താണ്, കുട്ടിക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കുമോ, കോഴ്സ് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടുമോ. ഇപ്പോൾ ജോലി സാധ്യത ഉണ്ടാവും, പക്ഷേ കോഴ്സ് കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ വിഷയത്തിൽ, ഈ മേഖലയിൽ പാണ്ഡിത്യമുള്ള, അവബോധമുള്ള, കാഴ്ചപ്പാടുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒന്നും വേണ്ട, ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളുണ്ടാവും. അവരുടെ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ പറ്റും. അത് റാങ്കിങ്ങിൽ എത്രാമത്തെ റാങ്കാണ് ആ സ്ഥാപനത്തിനുള്ളത് എന്ന് ഇന്ന് ഗൂഗിളും അതുപോലെയുള്ള മറ്റേയൊക്കെ നോക്കിയാൽ കിട്ടും. സ്ഥാപനത്തെക്കുറിച്ച് ഇന്ന് അന്വേഷിക്കാൻ ഒരു പണിയുമില്ല. അതുകൊണ്ട് ഒരു കുട്ടി എന്നോട് ഈ കാര്യം പറയുമ്പോഴേക്ക് എൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട്, എനിക്ക് വിദ്യാഭ്യാസം കിട്ടാത്തതുകൊണ്ട്, എൻ്റെ കുട്ടിക്ക് മുഴുവൻ വിദ്യാഭ്യാസം കിട്ടണമെന്നുള്ള അതിയായ ആഗ്രഹമുള്ളത് കൊണ്ടും നമ്മൾ കൊണ്ടുപോയി ചേർക്കരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ കുട്ടികളെ വിടുമ്പോൾ കുട്ടികൾ വലിയ ആവേശത്തിലാണ് അല്ലേ. അതേ കോഴ്സ് വളരെ മിതമായ നിരക്കിൽ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. പക്ഷേ കുട്ടികൾ ദേ ആർ നോട്ട് റെഡി ടു ജോയിൻ ദാറ്റ് കോഴ്സ് ഹിയർ. ഇവിടെ അവർ ചേരാൻ തയ്യാറല്ല. എന്നിട്ട് ബ്രിട്ടനിലേക്ക് പോവാണ്, UK പോവാണ്. എന്നിട്ട് അവർ ആകെ അവിടെ പഠിക്കുന്നത് 2-3 മണിക്കൂറാണ്. ബാക്കി സമയം അവർ ജോലി ചെയ്യാണ്, കഠിനാധ്വാനം ചെയ്യാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ഈ അടുത്തൊരു സുഹൃത്ത് എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ വിട്ടേച്ച് ഇങ്ങോട്ട് പോരുകയാണ്. കാരണം എന്താണ്? 2 രാജ്യവും തമ്മിലുള്ള അന്തരം, ധാർമ്മിക മൂല്യങ്ങളിലുള്ള വ്യത്യാസം. കാരണം ഇന്ത്യയുടെ കൾച്ചർ അല്ല യൂറോപ്യൻ കൺട്രീസിലുള്ള കൾച്ചർ. ആ രണ്ടും ആ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമല്ല, മക്കളെ അവിടെ വളർത്തുമ്പോൾ നമ്മുടെ മക്കൾ നേരിടുന്ന, നമ്മുടെ പാരൻസ് നേരിടുന്ന വേറെ കുറേ പ്രതിസന്ധികളുണ്ട് അല്ലേ. ബോൺ ആൻഡ് ബ്രോട്ടപ്പ് കൾച്ചർ കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കും. അപ്പോൾ ഇതെല്ലാം വിശദമായി പഠന വിധേയമാക്കി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ ഇന്ന കുട്ടി ഇന്ന സ്ഥാപനത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ചേർക്കല്ല വേണ്ട. അതുപോലെ ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു സിറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് പലപ്പോഴും ജോയിൻ ചെയ്യുന്ന ദിവസം രക്ഷിതാവ് ഉണ്ടാവും, പിന്നെ TC വാങ്ങാനും ഉണ്ടാവും. ഇൻ ബിറ്റ്വീൻ, അതിൻ്റെ രണ്ടിനും ഇടയിലുള്ള സമയം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. കാരണം ഈ കുട്ടിയുടെ ഒരുപാട് പ്രതികരണങ്ങൾ നേരിട്ട് ലൈവായി കിട്ടുന്നത് അധ്യാപകനാണ്. അധ്യാപകനും രക്ഷിതാവും തമ്മിലുള്ള ബന്ധം ഒരു PTA മീറ്റിങ്ങിൽ പോലും ചെന്ന് ചേരാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും? പ്രത്യേകിച്ച് ഒരു കുട്ടിയുടെ ഓരോ പൾസും കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യാൻ ഈ അധ്യാപകന് സാധിക്കും. അപ്പോൾ ടീച്ചേഴ്സും പാരൻസും തമ്മിലുള്ള റാപ്പോ, ആ ഒരു ആത്മബന്ധം നിർബന്ധമാണ്, അന്വേഷിക്കേണ്ടതുണ്ട്. കുട്ടി സ്ഥാപനത്തിൽ എത്തുന്നുണ്ടോ, പ്രസൻ്റ് ഉണ്ടോ അല്ലേ. പലപ്പോഴും സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് കുട്ടി വേറെ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. ഇന്ന് അതിനുള്ള സംവിധാനങ്ങൾ വളരെ വ്യാപകമാണ്. അതുകൊണ്ട് ഈ കലാലയം തുറക്കാൻ പോകുന്ന ഈ വേളയിൽ രക്ഷിതാക്കളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്, നമ്മുടെ മക്കൾ നമ്മുടേതാവണമെങ്കിലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിലും നമ്മൾ കൃത്യമായ ജാഗ്രത പുലർത്തിയേ പറ്റൂ. നമ്മുടെ കുട്ടികളെ ഒരിക്കലും അന്ധമായി നമ്മൾ വിശ്വസിക്കരുത്. അതിനർത്ഥം അവർ തെറ്റുകാരാവുന്നോ അല്ലെങ്കിൽ കേടുവരുന്നല്ല. അവരെ വിശ്വസിക്കുന്നതോടൊപ്പം അവരുടെ മുകളിൽ നമുക്ക് ഒരു കണ്ണ് വേണം. കാരണം അവർ വഴി തെറ്റാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അവരെ ട്രാപ്പ് ചെയ്യാൻ, അവരെ ഇല്ലാതാക്കാൻ, അവരെ ഗ്യാങ്ങിലേക്ക്, മോശപ്പെട്ട ഡ്രഗ് മാഫിയയിലേക്ക് കൊണ്ടുപോകാനുള്ള സ്രോതസ്സുകൾ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ കുട്ടികൾ പെടാതിരിക്കണമെങ്കിൽ കൃത്യമായ ഒരു മോണിറ്ററിങ് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. രക്ഷിതാക്കൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അതിന് കൊടുക്കേണ്ടത് കെയറിങ് ആണ്, ലിസണിങ് ആണ്. രക്ഷിതാവ് കുട്ടികളെ കേൾക്കണം. കുട്ടികൾക്ക് നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കുട്ടികളത് പറഞ്ഞിരിക്കും, പക്ഷെ നമ്മളത് കേൾക്കാതിരിക്കുമ്പോൾ പിന്നെ നമ്മളോട് പറയാതിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്കണക്ഷനാണ് പലപ്പോഴും മോശപ്പെട്ട പ്രണയങ്ങളിലേക്കും ബന്ധങ്ങളിലേക്കും ഡ്രഗ് മാഫിയയിലേക്കും കുട്ടികൾ പോകാനുള്ള കാരണം. കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്കറിയാം, പലപ്പോഴും കുട്ടികൾ വഴി തെറ്റുന്നത് രക്ഷിതാക്കളുടെ പിടിപ്പ് കേടുകൊണ്ട് തന്നെയാണ്. രക്ഷിതാക്കൾ അവരുടെ പ്രീഷ്യസ് ആയ ക്വാളിറ്റി ടൈം മക്കളുടെ കൂടെ ചിലവഴിക്കുന്നില്ല. നമ്മൾ പറയാം നമ്മൾ ബിസിനസ് തിരക്കിലാണ്. എല്ലാ ബിസിനസ്സിൻ്റെ തിരക്കും രക്ഷിതാക്കൾക്ക് മതിയാവും. എപ്പോൾ?
ഒരു പ്രശ്നത്തിൽ കുട്ടികൾ അകപ്പെട്ട പിന്നെ കൗൺസിലറുടെ മുമ്പിൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് മണിക്കൂറുകൾ നീക്കി വെക്കുകയാണ്. അതുകൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ ഒരു കൗൺസിലറുടെ അടുത്ത് എത്താതിരിക്കാനുള്ള പ്രതിരോധ നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. ഈ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ സ്ഥാപനത്തിനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാനമാണ് അവരുടെ അധ്യാപകരെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. ആരാണ് എൻ്റെ കുട്ടിയുടെ അധ്യാപകൻ? ക്ലാസ് ടീച്ചർ ആരാണ്? ആ ക്ലാസ് ടീച്ചറായിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു നല്ല ബന്ധം ഉണ്ടാക്കുകയും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് ഫോൺ ചെയ്തോ അല്ലാതെ നേരിട്ട് സന്ദർശിച്ചോ ഒക്കെ തങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാകും. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിലും ആ ഒരു കാര്യം, ഈ ഒരു രക്ഷിതാവ് കുട്ടിയുടെ കാര്യത്തിലൊക്കെ അതീവ ശ്രദ്ധവാനാണ്, അതുകൊണ്ട് ആ കുട്ടിക്കൊരു എന്താ പറയുക, കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു ബോധം ആ ടീച്ചർക്കും ഉണ്ടാവുന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള ആ ഒരു കലാലയത്തിൽ ഏതൊക്കെ ആക്ടിവിറ്റികളുണ്ട് ഇല്ല, അവർക്ക് പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ടാവും. അപ്പോൾ വെറും പഠനം എന്നതല്ല ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു കലാലയ വിദ്യാലയം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, മറിച്ച് അവിടെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. അവിടെ നമ്മുടെ മക്കൾക്ക് അവരുടെ സ്കില്ലുകൾ വളർത്താൻ പറ്റുന്ന, അതുപോലെ തന്നെ അവർക്ക് അവരുടെ ചിന്തകളെ ഉയർത്താൻ പറ്റുന്ന മേഖലകളുണ്ടാവും. ലൈബ്രറികൾ, വിശാലമായ ലൈബ്രറികളുണ്ടാവും. ആ ലൈബ്രറികളൊക്കെ നമ്മുടെ മക്കൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ? അതുപോലെ അവിടെയുള്ള വോളണ്ടറി സംഘങ്ങളുണ്ടാവും. അതിലൊക്കെ എൻ്റെ മക്കൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണോ? മതപരമായി പ്രയാസമില്ലാത്ത മേഖലയിലൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ മക്കളെ ആ ഒരു വഴിയിലൂടെ ഡയറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അവിടെ സർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉം. ഒരു ലിവ് ഇൻ ടൈറ്റ് ഷെഡ്യൂൾഡ് കമ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയും. അതായത് നമ്മുടെ കുട്ടികൾ ഏത് റൂട്ടിൽ കൂടി പോകണം അല്ലേ, ആ ഒരു കൃത്യമായ റൂട്ട് മാപ്പ് നിശ്ചയിക്കേണ്ട ഉത്തരവാദിത്തം രക്ഷിതാവിനുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇന്ന കാര്യത്തിൽ ഞാൻ പങ്കെടുക്കട്ടെ, കൂടട്ടെ, കുട്ടികൾ അവരുടെ സിദ്ധമായ ശൈലി ചോദിക്കും. കാരണം അവർക്ക് അതിൻ്റെ വരുവരായ്മകൾ അറിയില്ല, രക്ഷിതാവിനറിയാം. അപ്പോൾ ഏത് ഇതിലേക്ക് നിർണ്ണയിക്കുമ്പോഴോ അല്ലെങ്കിൽ പറഞ്ഞയക്കുമ്പോഴും അതുണ്ടാക്കുന്നത് ഗുഡ് ഇമ്പാക്റ്റ് ആണോ ബാഡ് ഇമ്പാക്റ്റ് ആണോ എന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ, മുൻകൂട്ടി കാണാൻ രക്ഷിതാവിന് സാധിക്കണം. ഒരു കാര്യത്തിലേക്ക് നമ്മൾ വിട്ടു അല്ലേ, ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സിങ് വരുന്ന ഒരു ബൗണ്ടറീസും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ഫസ്റ്റ് പെർമിഷൻ ചോദിക്കുന്ന ഘട്ടത്തിൽ തന്നെ അത് ഇസ്ലാമിക സംസ്കാരത്തിന് വിരുദ്ധമാണ്, അത് നിൻ്റെ ജീവിതത്തെ മോശമായിട്ട് ബാധിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കുട്ടികളോട് സ്നേഹത്തോടു കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ഒരിക്കലും അതിലേക്ക് പോവില്ല. നേരെ മറിച്ച് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലെത്തുമ്പോൾ ടൂറ് പോകട്ടെ അല്ലേ, അത് ഏകദേശം അത് 8 സ്റ്റേജ് കഴിഞ്ഞ് 9ാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് പെർമിഷൻ ചോദിക്കുന്നത്. അപ്പോൾ നീ പോകണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം 8 സ്റ്റേജ് കഴിഞ്ഞിട്ട് 9ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സന്ദർഭങ്ങളിലും രക്ഷിതാവിൻ്റെ കണ്ണ് തുറന്നിരിക്കണം. കാരണം ഇന്ന് നമ്മുടെ കുട്ടികളുടെ ക്യാരക്ടറിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തുണ്ട്, അതാണ് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. എല്ലാം മൈ ബോഡി ഈസ് മൈ റൈറ്റ് എന്നുള്ള കൺസെപ്റ്റ് കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് എന്തിനാണ്? അവർ സർവ്വസ്വതന്ത്രരാണ് എന്ന് വരുത്തി തീർത്താൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന അജണ്ടയിലേക്ക് നമ്മളെ കുട്ടികളെ കിട്ടുള്ളൂ. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അജണ്ട ലോകത്ത് നടപ്പിലാവുന്നുണ്ട് എന്നുള്ള ബോധം, അപ്ഡേഷൻ രക്ഷിതാവിന് വേണം. അപ്ഡേഷൻ ഇല്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റും. അപ്പോൾ പുതിയ ഒരു അക്കാദമിക് വർഷം ആരംഭിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വളണ്ടറി ഓർഗനൈസേഷൻസ്, ഇപ്പോൾ നാഷണൽ സർവീസ് സ്കീം, അതുപോലെ തന്നെ NCC, അതുപോലെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ, അതുപോലെ വേറെ JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ഇങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഒന്നിലും പെടാതെ അല്ല നമ്മൾ വളർത്തേണ്ടത്. ഇപ്പോൾ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ബോധ്യമാവും, ഞാനൊരു സൊസൈറ്റിയിലെ മെമ്പറാണ്, എനിക്ക് സമൂഹത്തോട് ഒരുപാട് ബാധ്യതകളുണ്ട്. സാധാരണഗതിയിൽ ഒരു ഡിഗ്രി തലം വരെ ഒരു കുട്ടി പഠിക്കുമ്പോൾ സർക്കാർ ഒരു കുട്ടിക്ക് വേണ്ടി ചിലവഴിക്കുന്നത് 5 lakh റുപ്പീസാണെന്ന് പറയും പെർ ഇൻഡിവിജ്വൽ. നമ്മുടെ കേരളത്തിലുള്ള സർക്കാർ അത് കൂടിയതല്ലാതെ കുറയില്ല. ഞാൻ കുറച്ച് മുമ്പുള്ള കണക്കാണ് പറയുന്നത്. ഒരു കുട്ടിയെ ഡിഗ്രി തലം വരെ പഠിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഒരു കുട്ടിക്ക് ചിലവഴിക്കുന്നത് 5 ലക്ഷം രൂപയാണെന്ന് പറയുമ്പോൾ അധ്യാപകന് സാലറി സർക്കാരാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ കുട്ടിക്കും ആ കണക്കിലാണ് ഞാൻ പറയുന്ന 5 ലക്ഷം. ഇങ്ങനെയാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചുണ്ടാക്കുന്നത്. എന്നിട്ട് ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും പറ്റാത്ത കുട്ടികളായിട്ട് നമ്മളെ കുട്ടികൾ മാറുന്നുണ്ടെങ്കിൽ
അത് നമ്മുടെ രാജ്യത്തിൻ്റെ നഷ്ടമാണ്. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ കലാലയത്തിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവിടെ ഫീസില്ല എങ്കിൽ പോലും സർക്കാർ സംവിധാനം എന്നുള്ളത് നികുതിപ്പണം കൊണ്ടാണ് സർക്കാർ സാലറി കൊടുക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ പൈസ വാങ്ങിയിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം തരുന്നത് എന്നുള്ള ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സാമൂഹ്യമായ പ്രതിബദ്ധത കുട്ടികളിൽ വളർത്തേണ്ട ഉത്തരവാദിത്തം രക്ഷിതാവിനുണ്ട്. ഈ വാങ്ങുന്ന ഓരോ പൈസക്കും നീ മസ്ഊലിയത്തുണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാവണം എന്ന് കുട്ടികളോട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉത്ബോധിപ്പിക്കുമ്പോൾ ആ കുട്ടി സോഷ്യലി കമ്മിറ്റഡായി വളരും. ഇന്ന് ഏത് രക്ഷിതാവാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? എന്നിട്ട് കുട്ടി ബസ്സിന് കല്ലെറിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ബസ് നമ്മുടേതാണ് എന്നുള്ള ഒരു ചിന്ത ആദ്യം ഉണ്ടാക്കിയെടുത്താൽ പഠിക്കുന്ന ഒരു കുട്ടിയും പോയിട്ട് KSRTCക്ക് കല്ലെറിയില്ല. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കുട്ടികളായ നിങ്ങൾക്കുണ്ട്. കാരണം ഈ രാജ്യം നമ്മുടേതാണ്. ഓരോ മുസ്ലിമിൻ്റെയും ഓരോ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും നമ്മളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണിത്. അപ്പോൾ ആ ഒരു നേഷൻ ബിൽഡിങ് അല്ലെങ്കിൽ പാട്രിയോട്ടിസം, രാജ്യസ്നേഹം, അല്ലേ, നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ബാധ്യതയാണത്. അത് വളരെ ബേസിൽ തന്നെ കുട്ടികൾ പറഞ്ഞു കൊടുക്കണം. അല്ലേ, നമുക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിർവഹിക്കാൻ സൗകര്യം ചെയ്യുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ടതുണ്ട്, അത് പഠിപ്പിക്കാനാണ് NCC ഉള്ളത്, NSS ഉള്ളത്. അല്ലേ, NSSൽ കൂടിയൊക്കെ വളർന്ന ഒരു കുട്ടി സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അതിൻ്റെ മുദ്രാവാക്യം തന്നെ നോട്ട് മീ ബട്ട് ഫോർ യു എന്നാ. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ത്രൂ സോഷ്യൽ സർവീസ് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു 5 വർഷമോ 3 വർഷമോ ഒരു കുട്ടി NSSൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ടാകും. അങ്ങനെ സോഷ്യൽ റാപ്പോ ബിൽഡപ്പ് ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളിലും, ഹലാലായ സംവിധാനങ്ങളിലും നമ്മുടെ കുട്ടികളുണ്ടോ? അല്ലാതെ ഒരു കുട്ടി പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അക്കാഡമിക്കായ നിലവാരം ഉയർത്തുന്നതോടൊപ്പം കുട്ടിയുടെ ലൈഫ് സ്കിൽസ്, ജീവിത നൈപുണികൾ, അല്ലേ, സംസാരിക്കാനുള്ള കഴിവ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, അല്ലേ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഒരു കാര്യം ഓർഗനൈസ് ചെയ്യാനുള്ള സ്കില്ല്, ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള സ്കില്ല്, ഇന്നോവേറ്റീവായി തിങ്ക് ചെയ്യാനുള്ള സ്കില്ല്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ ഇന്ന് അമേരിക്കയിലാണ് ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടി ഈ മലപ്പുറം ജില്ലയിലെ കുട്ടിയാണ്. ആ കുട്ടിയെ അവരുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെടുത്തിയ കുട്ടിയാണ്. കാരണം അവളുടെ കളർ കൊണ്ട്, അല്ലേ, ബോഡി ഷെയ്മിങ് ധാരാളമായി നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിറം, അല്ലേ, വർണ്ണവെറി എന്നുള്ളത് ആഫ്രിക്കയിൽ മാത്രമല്ല, കേരളത്തിലുണ്ട്. ഈ അടുത്ത് നമുക്ക് അറിയാലോ, ഒരു പെൺകുട്ടി വളരെ മൃഗീയമായി ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ. കാരണം എന്താ? ബോഡി ഷെയ്മിംഗ് ആണ്. കാരണം മനുഷ്യത്വം മരവിച്ച ഒരവസ്ഥയിലേക്ക് നമ്മൾ പോലും മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് സെൽഫ് എസ്റ്റീം ബിൽഡപ്പ് ചെയ്യേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കുണ്ട്. എന്നാൽ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന അധ്യാപകർ നമ്മുടെ കലാലയത്തിൽ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കുട്ടികളുടെ കളറ് വെച്ചുകൊണ്ട് മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്ന അധ്യാപകർ ചിലരെങ്കിലും ഉണ്ട്, എല്ലാവരും അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അങ്ങനെ ഒരു അധ്യാപകൻ പെരുമാറുന്നുണ്ടെങ്കിൽ വളരെ തന്ത്രപരമായി കൃത്യമായിട്ട് ആ സ്ഥാപനത്തിൽ അത് അറിയിച്ച് അയാളെ തിരുത്തി കൊടുക്കണം. അല്ലേ, അതിന് രക്ഷിതാവിൻ്റെ ഇടപെടൽ വേണ്ടേ? കുട്ടി വന്ന് ഗ്രീവൻസസ്, അവരുടെ പരാതികൾ വന്നിട്ട് വീട്ടിൽ നിന്ന് പറയുമ്പോൾ അതെൻ്റെ തകരാറ് കൊണ്ടാന്ന് പറഞ്ഞിട്ട് പലവട്ടം രക്ഷിതാവ് പറയുമ്പോൾ പിന്നെ കുട്ടി ആ കാര്യങ്ങൾ പറയില്ല. ഇതിന്ന് കുട്ടികൾ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. എന്നാൽ ഉപ്പയും ഉമ്മയും മക്കളും അടങ്ങുന്ന ആ കുടുംബത്തിൽ ഏത് കാര്യങ്ങളും വന്ന് ഓപ്പൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അൺകണ്ടീഷണൽ ലവ്, ഒരു കണ്ടീഷനില്ലാതെ തുറന്ന സ്നേഹം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാ കാര്യവും കുട്ടി വന്നിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് നമ്മളോട് പറയും. അങ്ങനെ പറയാനുള്ള ഒരു ഇടമായിട്ട് നമ്മുടെ വീട് മാറണം. അപ്പോൾ അക്കാഡമിക് എക്സലൻസിലേക്ക് കുട്ടികൾ വരും. ഇന്ന് പല വീട്ടിലും എന്തെങ്കിലും കാര്യം രക്ഷിതാക്കളോട് പറയാൻ കുട്ടികൾക്ക് പേടിയാണ്. കാരണം കുട്ടികളെ ഈ രക്ഷിതാവ് വിമർശിക്കുകയാണ്, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന ചില രക്ഷിതാക്കളെങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ഇമോഷണൽ സപ്പോർട്ടാണ് നമ്മുടെ മക്കൾക്ക്. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടാവും, ഒരു സംശയം വേണ്ട. എൻ്റെ കുട്ടികളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ടാവും. പക്ഷേ ആ തെറ്റുകളെ റെക്ടിഫൈ ചെയ്യേണ്ടത്, തിരുത്തേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അത് ഞാനല്ലേ ചെയ്യേണ്ടത്, രക്ഷിതാവല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ കൂടെ ജീവിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം രക്ഷിതാവിനുണ്ട്. അല്ലാതെ കുട്ടികളെ ജന്മം കൊടുക്കൽ മാത്രമല്ല രക്ഷിതാവിൻ്റെ ധർമ്മം.
ജന്മം നൽകുന്നതോടൊപ്പം ആ കുട്ടികൾക്ക് ശിക്ഷണം നൽകുക എന്നുള്ളത് രക്ഷിതാവിൻ്റെ ധർമ്മമാണ്. നാളെ പരലോകത്തെത്തുമ്പോൾ ആ കുട്ടികൾ നമുക്കെതിരിൽ തിരിയാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും സമൂഹം മൊത്തം ഏറ്റെടുക്കണം എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, ആ, രക്ഷാകർതൃത്വത്തിന് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് തെർബിയത്ത് എന്നതാണ്, അഥവാ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ്. നമ്മുടെ മക്കളൊക്കെ അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോട്ടെ, അല്ലെങ്കിൽ സ്കൂളൊക്കെ ഞാൻ തിരഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, അവർക്ക് വേണ്ട ക്യാഷ് ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഞാൻ ഒരുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈ കെട്ടി മാറി നിൽക്കാൻ ഒരു രക്ഷിതാവിന് സാധിക്കുകയില്ല എന്നുള്ളത്. ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നവനാവണം ഒരു രക്ഷിതാവ് എന്നുള്ളതാണ്. അത് സ്കൂളിലെ കാര്യങ്ങളാണെങ്കിലും ശരി, വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ശരി, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കുട്ടികളുടെ മക്കളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, അവർക്ക് കൊടുക്കേണ്ട ഇമോഷണൽ സപ്പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഒരു കെയറിങ് അതൊക്കെ നൽകാൻ ഒരു രക്ഷിതാക്കളായ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. എന്നാലേ നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ അക്കാഡമിക് ഇയറിൻ്റെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെയുള്ള ഒരുപാട് ചിന്തകളാവട്ടെ നമ്മുടെ മക്കളെ നയിച്ചു കൊണ്ടുപോകുന്നതിലും അവർക്ക് കലാലയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. സർ, അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഈ ലൈഫ് സ്കില്ലുകൾ വളർത്തുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് അതിന് പ്രത്യേക സിലബസോ കാര്യങ്ങളൊന്നും നമ്മുടെ നാടുകളിലില്ല. പക്ഷേ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നമ്മുടെ സംവിധാനത്തിൻ്റെയൊക്കെ ഒരു ഇതല്ലേ. കാരണം ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വെറും ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം സാധ്യമല്ലല്ലോ. അതുപോലെ ഇന്നത്തെ മക്കൾ അനുഭവിക്കുന്ന ഒരുപാട് ടെൻഷനുകൾ, അതിന് റിലാക്സേഷനായിട്ട് സർക്കാരോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ കൊണ്ടുവരുന്നതൊക്കെ വെറും എന്താ പറയുക, ഒരു പ്രാവർത്തികമാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം അവിടെ ഓരോ കുട്ടികളുടെയും ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയിട്ട് അവരെ വഴിതിരിച്ച് വിടാൻ രക്ഷിതാക്കൾക്ക്, പ്രത്യേകിച്ച് ഈ ഒരു അക്കാഡമിക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയുള്ള ഒരു പല ഇവിടെ എനിക്ക് എൻ്റെ സ്വന്തം ലൈഫിലുണ്ടായ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ അടുത്ത് ഞാൻ തുടങ്ങിയിട്ടുള്ള എൻ്റെ ഒരു സ്ഥാപനം ചൈതന്യം. അപ്പോൾ ആ സ്ഥാപനത്തിൽ എൻ്റെ റിലേഷനിലുള്ള എൻ്റെ സിസ്റ്ററുടെ ഒരു കുട്ടിയെ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പ്ലേസ് ചെയ്തു. അവന് +1 പഠിക്കുകയാണ്. പക്ഷെ അവൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പഠനമൊന്നുമല്ല, വേറെ പല ഒരുപാട് കഴിവുകൾ ആ പയ്യനുണ്ട്. എന്നാൽ സ്വന്തം കുടുംബത്തിലുള്ള രക്ഷിതാക്കൾ അവൻ്റെ കഴിവുകൾ കൃത്യമായി കണ്ടെത്തി പ്രചോദിപ്പിക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ആ കുട്ടി എത്തിയപ്പോൾ അവനിൽ അന്തർലീനമായ സ്കില്ലുകൾ, ടാലൻസ് എന്ന് കുറച്ചൊക്കെ എനിക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ അവന് ഉത്തരവാദിത്തങ്ങൾ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ വളരെ മനോഹരമായിട്ട് നല്ല താല്പര്യത്തോടു കൂടി അവൻ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്കില്ല് ഹണ്ട് ചെയ്യുക എന്നുള്ളത് അല്ലേ. ഇപ്പോൾ എന്നിൽ അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ സ്കില്ലുകൾ ഷമീം സാറിനില്ല, ഷമീം സാറിന് കൊടുത്ത സ്കില്ല് എനിക്കുമില്ല. അതാണ് ഇന്ന സഅയ്യക്കും ലശത്ത എന്ന് പറഞ്ഞത്. വൈവിധ്യമാർന്ന പരിശ്രമങ്ങളും സ്കില്ലുകളുമാണ് അള്ളാഹു ഓരോരുത്തർക്കും കൊടുത്തത്. അപ്പം നമ്മുടെ കുട്ടികൾ 4 പേരുണ്ടെങ്കിൽ 4 കുട്ടികൾക്കും വ്യത്യസ്ത സ്കില്ലാണ്. ഒരിക്കലും കുട്ടികൾ നമ്മൾ കമ്പയർ ചെയ്യല്ല വേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താ, ഒരു കുട്ടിയെ വേറൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യും. ദെൻ വി ഗോ ടു ബ്ലെയിം ദം. നമ്മൾ അവരെ ബ്ലെയിം ചെയ്യും, കുറ്റപ്പെടുത്തും. ഇത് കുട്ടികൾക്ക് അപകർഷതാബോധം ഉണ്ടാക്കും. നേരെ മറിച്ച് ഓരോ കുട്ടികളെയും അവരവരുടെ കഴിവുകളെ വെച്ചുകൊണ്ട് പ്രചോദിപ്പിക്കുക, ഇഗ്നൈറ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. ഈ മോട്ടിവേഷൻ കൊടുത്താൽ തന്നെ ആ കുട്ടികൾ എവിടെയെങ്കിലും എത്തും. ഇത് മാത്രമാണ് ഒരു രക്ഷിതാവും അതുപോലെ അധ്യാപകനും ചെയ്യേണ്ട കാര്യം. കുട്ടികൾക്കൊക്കെ സ്കില്ലുകളുണ്ട്. ആ സ്കില്ല് വളരണമെങ്കിൽ അതിനുള്ള ഒരു ആംബിയൻസ്, അതിനുള്ള ഒരു മാഹൗൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് സർക്കാർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാതെ നമ്മൾക്ക് ഓൺലൈൻ സംവിധാനത്തിൽ കൂടി ഇന്ന് അതൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ ഇന്ന് നടക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് സർക്കാർ നടത്തുന്ന ഒരുപാട് ഓൺലൈൻ കോഴ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് മൊബൈൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അതിന് കുറ്റം പറയുന്നതിന് ബദൽ ഓൺലൈൻ സംവിധാനത്തെ യൂസ്ഫുൾ ആക്കിക്കൊണ്ട് ഉപയോഗിക്കുക അല്ലേ. ഇപ്പോൾ വളരെ കാലിഗ്രാഫി എന്നുള്ള ഒരു ഏരിയയിൽ എൻ്റെ കുട്ടിക്ക് താല്പര്യമുണ്ടെന്ന് സങ്കല്പിക്കുക. നല്ല ആർട്ടിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ള, കലാപരമായ ബുദ്ധി ഉള്ള ഒരു കുട്ടിയാണ് എൻ്റെ കുട്ടി. ആ കുട്ടിക്ക് നന്നായിട്ട് എഴുതാനറിയാം, വളരെ മനോഹരമായിട്ട് ചിത്രം വരയ്ക്കാനറിയാം, നന്നായിട്ട് ആർട്ടിസ്റ്റിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാനറിയാം. ഈ കുട്ടിക്ക് ഞാൻ കാലിഗ്രാഫി എന്നുള്ള സ്കിൽ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെയുള്ള ഒരു 3 മന്ത് കോഴ്സിന് എൻ്റെ കുട്ടിയെ ഞാൻ ചേർത്തി കഴിഞ്ഞാൽ ആ മൊബൈൽ എന്ന സംവിധാനത്തിൽ കൂട്ടി കുട്ടി ആർജിക്കുക ആ നോളജാണ്. അപ്പോൾ ആ കുട്ടി ആ റൂട്ടിൽ പോവും. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മൊബൈൽ ഉപയോഗിച്ചിട്ട് എല്ലാം വൃത്തികേട് കാണാൻ കുട്ടി ഒരിക്കലും പോവില്ല. കുട്ടിക്ക് പോവേണ്ട ഇടം കൃത്യമായി ഡയറക്റ്റ് ചെയ്തിട്ട്
ആ കുട്ടിയെ നമ്മൾ പ്രചോദിപ്പിക്കുകയാണെങ്കിൽ കുട്ടി അത് ഉപയോഗിക്കും. നേരെ മറിച്ച് തീരെ അത് കൊടുക്കാതിരിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു വാശി കയറും, ഞാനത് പോയിട്ട് ഉപയോഗിക്കും വേണ്ടാത്ത കാര്യത്തിന്. അപ്പോൾ ഡൂസ് ആൻഡ് ഡോൺസ്, ശരിയും തെറ്റും ഏത് എന്നും അത് ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ എന്ത് എന്നും വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി കുട്ടികളെ ചേർത്ത് നിർത്തി നമ്മൾ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ കുട്ടികൾ കേൾക്കില്ല എന്ന് വെറുതെ പറയാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ കൗൺസിലിങ്ങിലൊക്കെ പല കുട്ടികളെയും കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പോൾ അവർ പറഞ്ഞിട്ട് കേൾക്കാത്ത പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ കുട്ടികൾ കേൾക്കുന്നുണ്ടല്ലോ, മനസ്സിലാക്കുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പോൾ അത് രക്ഷിതാവിന് അതിനൊരു ക്ഷമ വേണം. ഇത് ക്ഷമ ഇല്ലാതെ നടക്കണ പണിയൊന്നുമല്ല, നല്ല ക്ഷമ വേണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 2 പെൺകുട്ടികളും 3 പെൺകുട്ടികളും ഉണ്ടായിട്ട് സ്വർഗം കിട്ടും എന്നൊക്കെ വെറുതെ പറഞ്ഞല്ല. നല്ല റിസ്ക്കാണ് ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് ഇന്ന് ആൺകുട്ടികളെ പോറ്റുന്നതിനേക്കാളും കൂടുതൽ അധ്വാനമുള്ളത് പെൺകുട്ടികളെ പോറ്റുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞ കാര്യങ്ങൾ ഇനി ആവർത്തിക്കുന്നില്ല. അതിന് അഡീഷണലായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള ഈ അക്കാഡമിക് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുമ്പോൾ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ മക്കളൊക്കെ വിവിധ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്കൊക്കെ വ്യത്യസ്തമായ സ്കോളർഷിപ്പുകൾ വരാനിരിക്കുന്നു. അവയെക്കുറിച്ചുള്ളൊരു ബോധം നമുക്ക് വേണമെന്നുള്ളത്. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു വർഷം 12,000 രൂപ ലഭിക്കുന്ന, 4 വർഷക്കാലം 48,000 രൂപ ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. അത് 8ാം ക്ലാസ്സിൽ നിന്നും പഠിച്ച് പരീക്ഷ എഴുതിയെങ്കിൽ മാത്രമേ ആ സംഭവം കിട്ടുള്ളൂ. അതുപോലെ LSS സ്കോളർഷിപ്പ് ഉണ്ട്, USS സ്കോളർഷിപ്പ് ഉണ്ട്, കോളേജ് തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലൊക്കെ വ്യത്യസ്തമായ സ്കോളർഷിപ്പുകളുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത്, ആ പഠിക്കുന്ന ആ ഒരു ക്ലാസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് എഴുതാൻ പറ്റുന്ന അവരുടെ പഠന നിലവാരവും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളെ പരിചയപ്പെടുത്താൻ പറ്റുന്ന വ്യത്യസ്തമായ സ്കോളർഷിപ്പുകൾ ഉണ്ടെങ്കിൽ അവയിലൊക്കെ നമ്മുടെ മക്കൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഈ വെക്കേഷൻ അവസാനിച്ച് നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ള മറ്റു ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ആദ്യ ഒരു മുൻ എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ മക്കളൊക്കെ ഒരു പുതിയ ക്ലാസ്സിലേക്കാണ് ഇനി പോകുന്നത്. കഴിഞ്ഞ വർഷം അഥവാ അവർ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നും നേടേണ്ട ഒരു മിനിമം ലെവൽ അറിവെങ്കിലും നേടിയിട്ടാണോ അടുത്തൊരു ക്ലാസ്സിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അന്ന് സ്നേഹക്കൂട് നിങ്ങളോട് പറഞ്ഞിരുന്ന, നിങ്ങളുടെ മുന്നിൽ വെച്ചിരുന്ന ഒരു ഉപദേശം, നമ്മുടെ മക്കൾക്ക് ഈ ഒരു വെക്കേഷനിൽ ഒരു മിനിമം ക്വാളിറ്റിയെങ്കിലും നേടിയെടുക്കാൻ, എഴുത്തിൻ്റെ കാര്യത്തിനായാലും വായനയുടെ കാര്യത്തിനായാലും മാത്സിലെ പ്രോബ്ലങ്ങൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഉണ്ടാക്കിയെടുക്കണമെന്നാണ്. അപ്പോൾ ഇപ്പോൾ ഇനി അവർ ഏത് ക്ലാസ്സിലേക്കാണോ പോകുന്നത് ആ ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ട ഒരു മിനിമം യോഗ്യത നമ്മുടെ മക്കൾക്കുണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ല എങ്കിൽ ആരാണ് അതിൻ്റെ ഉത്തരവാദി, ഇനി എവിടെ നിന്നാണത് പരിഹരിക്കാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. രക്ഷിതാക്കളായ നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണത്. യാതൊരു കാരണവശാലും അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. സർ, അവിടെ ഒരു ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഇന്ന് ഓൺലൈൻ സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വിപ്ലവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ കോവിഡ് വന്നതോടുകൂടി 2 വർഷം കുട്ടികൾക്ക് മിസ്സിംഗ് ആണ്. ബേസിക് ആയിട്ടുള്ള ഒരുപാട് സ്കില്ലുകൾ അവർക്ക് നേടാൻ പറ്റിയില്ല, ലാംഗ്വേജ് കിട്ടിയില്ല, മാത്സ് കിട്ടിയില്ല, ഒക്കെ കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തത്, ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ കുട്ടി ഇപ്പോൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബേസിക്കായ കുറേ കാര്യങ്ങൾ കിട്ടാതെ പോയി. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു മെത്തഡോളജി എന്താണെന്ന് വെച്ചാൽ, 1 മാസം കൊണ്ടും 2 മാസം കൊണ്ടും ഇത് നേടാൻ പറ്റുന്ന കോഴ്സുകൾ ഓൺലൈനായിട്ട് ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായി കൊടുക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികളെ ചേർത്തുകൊണ്ട് ഒരു ബ്രിഡ്ജ് മേക്ക് ചെയ്യാൻ, അതായത് 6ൽ നിന്ന് 7ലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പാലം സൃഷ്ടിക്കാൻ. ഈ പാലം എന്തിനാണ് സൃഷ്ടിക്കുന്നത്? ഇപ്പോൾ ഇംഗ്ലീഷിൽ വീക്കായ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് 8ാം ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പ് അറിയേണ്ട ബേസിക്കായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 8ാം ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം മറ്റു കുട്ടികളിൽ നിന്ന് പരിഹാസങ്ങൾ നേരിടേണ്ടി വരും. അപ്പം നമ്മുടെ കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ ഉത്സാഹവും നഷ്ടപ്പെടും. അതുകൊണ്ട് എൻ്റെ കുട്ടി പഠനത്തിൽ വീക്കാണ്, മാത്സിൽ വീക്കാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അടിസ്ഥാനപരമായ അറിവ് നൽകുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ 1 മാസത്തെ 2 മാസത്തെയോ ആ ഒരു പ്രത്യേക കോച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലാസ്സിലെത്തുമ്പോൾ മറ്റു കുട്ടികളെപ്പോലെ ഏറ്റവും ആർജവത്തോടു കൂടി മുന്നേറാൻ നമ്മളെ കുട്ടികൾക്ക് പറ്റും. അത് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണ്. അപ്പോൾ ഒരു 500 1000 രൂപ എക്സ്ട്രാ നമ്മൾ ചെലവഴിക്കേണ്ടി വരും. അത് നഷ്ടാവില്ല. കാരണം ആ 500 1000 രൂപ ഒരു മാസത്തെ കോഴ്സിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുമ്പോൾ നമ്മുടെ കുട്ടി സൂപ്പറായിട്ട് പെർഫോം ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരം ആവശ്യങ്ങളൊക്കെ കുട്ടികൾ നമ്മോട് വന്ന് പലവട്ടം പറയും.
കാരണം എനിക്ക് മനസ്സിലാവില്ല ഉപ്പ, എനിക്കൊന്നും മനസ്സിലാവില്ല, എനിക്ക് അവിടെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല, മറ്റു കുട്ടികൾ എന്നെ കളിയാക്കുകയാണ്, അല്ലേ? അധ്യാപകൻ പോലും കളിയാക്കും. അപ്പോൾ ഈ കുട്ടിക്ക് പിന്നെ സ്കൂളിൽ പോകാൻ താല്പര്യം ഉണ്ടാവില്ല. ഞാൻ സ്കൂളിൽ പോകുന്നില്ല. കാരണം ഇമോഷണലായിട്ട് വൈകാരികമായി കുട്ടി ഫേസ് ചെയ്യുന്ന ത്രെറ്റ്സാണ്, പ്രശ്നങ്ങളാണത്. അപ്പോൾ അത് നേരെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് പരിഹാരം നിർദ്ദേശിക്കേണ്ട രക്ഷിതാവ് ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബലിയാട് വിക്റ്റിമാവുന്ന ഈ കുട്ടിയായിരിക്കും. അതുകൊണ്ട് സ്നേഹക്കൂടിന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രക്ഷിതാവ് ഒരു ഉത്തരവാദിത്തമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നാളെ ഈ കുട്ടി തോറ്റതിന് അല്ലെങ്കിൽ കരിയറിൽ പരാജയപ്പെട്ടതിന് നമ്മൾ കൂടി ഉത്തരവാദിയാണ്. അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് സ്നേഹക്കൂടിന് പറയാനുള്ള ഒരു വലിയ കാര്യം. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. രക്ഷിതാക്കളെ നിങ്ങളോട് പറയാനുള്ള കാര്യമാണ് പ്രാധാന്യത്തോടു കൂടി നമ്മൾ പറഞ്ഞത്. നമ്മുടെ മക്കൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ രക്ഷാകർതൃത്വം ഏറ്റവും നന്നായി ഉപയോഗിക്കുക. അതോടൊപ്പം പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഉത്തരവാദിത്തമാണ് നന്നായി പഠിക്കുക എന്നുള്ളത്. ഈ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ എല്ലാ വർഷവും നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്, ഈ ഒരു വർഷം ഞാൻ സൂപ്പറാവും, നന്നായി പഠിക്കുമെന്നത്. പക്ഷെ ആ പഠനം വളരെ കുറച്ച് 1-2 മാസം കഴിഞ്ഞാൽ വീണ്ടും പഴയതിലേക്ക് പോകുന്നതിനപ്പുറം, അല്ലേ, പഴയതിലേക്ക് പോകാൻ ഒരിക്കലും പാടില്ല. ഈ ഒരു അക്കാഡമിക് ഇയർ ഞാൻ എൻ്റേതാക്കി മാറ്റും, നന്നായി പഠിക്കും, നന്നായി സ്കൂളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പല മേഖലകളിൽ ഞാൻ പ്രവർത്തിക്കുമെന്നൊരു ഉറച്ച തീരുമാനത്തോടു കൂടി ഈ ഒരു അധ്യയന വർഷം ആരംഭിക്കുക. എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.